ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ കിട്ടാവുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ 100 വർഷക്കാലം മൗദൂദികൾക്കും വഹാബികൾക്കും കഴിയാത്ത കാലം ഉള്ളിൽ നിന്നുകൊണ്ട് ചാരപ്പടിയെടുത്തുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചാരപ്പടിയെടുത്തുകൊണ്ട് ചില സുഹൃത്തുക്കളെ കാര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ അസ്ഗർ അലി ഫൈസിയെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും മാറ്റി നിർത്തിയ അല്ലെങ്കിൽ പുറത്താക്കിയ ഒരു പ്രതിഷേധ പരിപാടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആൾ സംഘടിപ്പിച്ച മീറ്റിംഗ് ആണിത്. പട്ടിക്കാട് ജാമിയ നൂരിയക്കെതിരെ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയുന്നതിൽ കഴമ്പില്ല. പട്ടിക്കാട് ജാമിയ നൂരിയ സമസ്തയുടെ സ്ഥാപനമാണ്. അന്നും ഇന്നും എന്നും പട്ടിക്കാട് ജാമിയ സമസ്തയുടെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ നിർദ്ദേശിച്ച അല്ലെങ്കിൽ സമസ്തയുടെ ബൈലോ അനുസരിച്ചുകൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ പ്രവർത്തിക്കണം. അതിൽ അർഹതപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സ്വയം പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. അതിനർഹതയുള്ള ആൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ ആർക്കും കയറി മേയാവുന്നൊരു അവസ്ഥയിലേക്ക് അതിന്റെ മാനേജിംഗ് കമ്മിറ്റി അതിലേക്ക് വരാൻ പാടില്ല. അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കുക, മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ ആദർശ വ്യതിയാനുള്ള ആളുകൾ ഉള്ളിൽ കിടക്കുമ്പോൾ അവരെ പുറത്താക്കിയിട്ട് ആദർശം പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരമാണ്. അത് പ്രതികാര നടപടിയാണ്. അതുകൊണ്ട് അതിന്റെ നിലക്ക് ജനാധിപത്യ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വന്യ വയോധികരായ തഖ്വയുള്ള പണ്ഡിതന്മാർ അവർക്ക് മറ്റ് ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതേ നാണയത്തിൽ അങ്ങനെ ഒരു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ തീരുമാനം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പട്ടിക്കാട് ജാമിയ നൂരിയ ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം ജാമിയ നൂരിയയുടെ കമ്മിറ്റി റമദാൻ മാസത്തിൽ ചേർന്നതായിട്ട് ആർക്കും അറിവില്ല എന്ന് അന്വേഷണമൊക്കെ പറഞ്ഞു. പരിശുദ്ധ റമദാൻ, അത് റമദാൻ 27 തലേദിവസം 26 ഇത്ര തെടുക്കപ്പെട്ട് ജാമിയ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയിട്ട് പ്രശ്നങ്ങൾ അതിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ റമദാൻ മാസത്തിൽ ഫിത്നയുണ്ടാക്കുന്നു എന്നാ മറുപടി. അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കി, അത് ശരിയായ നടപടിയല്ല. സമസ്ത മുശാവറ അങ്ങാണ് അസ്ഗർ അലി ഫൈസി. അതുകൊണ്ട് അവിടെയുള്ള നിയമനങ്ങളും ഒഴിവാക്കലൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 11 മുശാവറ മെമ്പർമാരെങ്കിലും പട്ടിക്കാട് ജാമിയയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വേണോ? ഇതിവിടെ ആളുകളെ എടുക്കുന്നതിനും ജനറൽ ബോഡിയിൽ എടുക്കുന്നതിനും വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കുന്നതിനും ഉസ്താദുമാരെ നിയമിക്കുന്നതിനും ഉസ്താദുമാരെ ഒഴിവാക്കുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡമുണ്ട്. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമദാനിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്ന ഉണ്ടാക്കുന്നു എന്ന് മറുപടി. ആരോട് എന്താ പറയേണ്ടത്? ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഞ്ചോട് മാറോട് ചേർത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ധിക്കാരം കൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പറയാ, പള്ളികളിലുള്ള ഉസ്താദുമാരെയൊക്കെ മദ്രസയിലുള്ള മുഅല്ലിമീങ്ങളെയൊക്കെ മാനേജ്മെന്റ് കമ്മിറ്റികളെ ഒക്കെ തന്നെ പിരിച്ചുവിട്ടാലും ധിക്കാരം പ്രവർത്തിച്ചാലും എന്തൊക്കെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചാലും പടച്ച തമ്പുരാന്റെ അപാരമായ തൗഫീഖ് കൊണ്ടുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന ഈ പരിശുദ്ധ ദീന് അതിവിടെ ഉറപ്പിച്ചു നിർത്താൻ അവസാനത്തെ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ഖാദിമും ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിവിടെ നിലനിർത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനാരൊക്കെ എന്തൊക്കെ തടസ്സങ്ങളും മസിൽ പവർ ഉപയോഗിച്ചാലും അവർക്കൊന്നും ഈ പരിശുദ്ധ ദീനിനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഈ ദീനിനെ ഹാമാനും കാറൂനും നമ്രൂദും അബൂജഹലും മറ്റൊരു കാലപ്രവാഹത്തിൽ ഒരുപാട് ഭീകരന്മാർ, ഒരുപാട് അതിഭീകരന്മാരായ ആളുകള്, ഒരുപാട് ഗജപോക്കിരികള്, വീരശൂര പരാക്രമികള് അവരൊന്നും വിചാരിച്ചിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് 1 ഇഞ്ച് മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത പരിശുദ്ധ ദീന് അത് ഈ കാലഘട്ടത്തിലെ കേവലം കോമാളികളായ ചില ആളുകൾ വിചാരിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയെയും അതിന്റെ സംഘങ്ങളെയും അതിന്റെ ഖാദിമീങ്ങളെയും നിശബ്ദരാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ മൗഢ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മളൊരു വിഭാഗീയ പ്രവർത്തനത്തിനുമില്ല. പ്രചരിപ്പിക്കുന്നത്
പ്രചരിപ്പിക്കപ്പെടുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോഷകഘടകങ്ങൾ. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ, അതിൻ്റെ ഖാദിമീങ്ങൾ, അവരുടെ ബാധ്യത. സമസ്ത ഹക്കീം ഫൈസിക്കത്തിൻ്റെ നടപടി എടുത്തപ്പോൾ നമ്മൾ അതിൽ ഉറച്ചു നിന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ സാരഥി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തവ്വറല്ലാഹു അംറഹു ആമീൻ തങ്ങളും MT ഉസ്താദു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മലപ്പുറത്ത് വെച്ച് വിശദീകരണം നടത്തി. ഇതിങ്ങനെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന് വിശദീകരിച്ചു. നമ്മളത് ഗ്രാമാന്തരങ്ങൾ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും സുന്നി യുവജന സംഘവും ഉൾപ്പെടെയുള്ള ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ പോഷകഘടകങ്ങളായ ആളുകൾ വിശദീകരിച്ചു. തുടർന്ന് ആദർശ സമ്മേളനങ്ങൾ നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നമ്മളെ വിളിപ്പിച്ച് എന്താ 25 ആളുകൾ, 2 ഭാഗത്ത് നിന്ന് 25 ആളുകൾ വേണോ, അവരുടെ ഒരു ചർച്ച വെക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. ബഹുമാന്യനായ MT ഉസ്താദിൻ്റെയും ജിഫ്രി തങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു ഡേറ്റ് വെച്ച് പറഞ്ഞപ്പോൾ ചില പ്രയാസങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. സംസാരിച്ചു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് 2 കൂട്ടർ 25 വന്നിരുന്നിട്ടുള്ള ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയുണ്ട്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ MT ഉസ്താദ് ഈ അമീർ ഫൈസി അമ്പലക്കടവിനെ വിളിച്ചു പറഞ്ഞു, എന്നാൽ പിന്നെ മുഷാവറൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മീറ്റിംഗ് കൂടാം. എന്നിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഏത് തരത്തിലാണ് മീറ്റിംഗ് കൂടുന്നത് എന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. ബഹുമാന്യനായ MT അബ്ദുള്ള മുസ്ലിം പിറ്റേന്ന് ഈ മീറ്റിങ്ങിൽ ആരും പോയില്ല. സമസ്തക്ക് എതിരാണ്, ധിക്കാരമാണ്, മറ്റതാണ് മറിച്ചതാണ്, ആനയാണ്, കുതിരയാണ്, ചേനയാണ്, തേങ്ങ എന്നൊക്കെ പറഞ്ഞ് വമ്പിച്ച പ്രയാസ. നമ്മൾ ആ കാര്യം ഉസ്താദുമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് അവര് കൂടി പറഞ്ഞ് തീരുമാനിച്ചതാണ് മുഷാവറ കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഇരിക്കുക. അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 10-10 ഒരു ചർച്ച. മാർച്ച് 1-ാം തീയതി റമദാന്റെ തൊട്ട് മുമ്പ് മാർച്ച് 1-ന് 10-10 ഒരു ചർച്ച വിളിപ്പിച്ചു. നമ്മളതിൽ പോയി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ചെയ്തത്, എന്താണ് ധിക്കാരമുണ്ടോ, എന്താണ് വേറെന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ഒരു കാര്യമില്ല. ഉസ്താദ്മാർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഉസ്താദ്മാരോട് പറഞ്ഞു, നിങ്ങൾ മുഷാവറ എടുത്ത തീരുമാനം ഞങ്ങൾ അത് പ്രയോഗവൽക്കരിക്കുകയാണ്, അതിലപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന വിഷയങ്ങൾ 5 കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. അതവിടെ സബ്മിറ്റ് ചെയ്തു, പറഞ്ഞു, എഴുതി രേഖ കൊടുത്തു. മറ്റുള്ള ആളുകൾക്ക് അവർക്ക് പറയാനുള്ളത് അവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. മാർച്ച് 1-ാം തീയതി നല്ല അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. മധ്യസ്ഥന്മാർ, കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ മധ്യസ്ഥന്മാർ 5 പേര് അങ്ങനെ ഇരുന്ന് അവരെ വിളിപ്പിച്ച് അവിടെയാണ് പോയത്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യുക, പത്രക്കാരെ കൂടി കൂട്ടി വിളിച്ച്, മീഡിയയെ കൂടി വിളിച്ചിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആരും ഒരു കാര്യങ്ങളും പ്രയാസകരമായൊരവസ്ഥ പോസ്റ്റോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യവും നമ്മുടെ ഈ പ്രയാസങ്ങൾ പരിഹരിക്കാൻ റമദാനിന് ശേഷമോ നമ്മൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളെ കൂടി വിളിപ്പിച്ച് ഇതൊക്കെ പരിഹരിച്ച് നമുക്ക് നന്നായിട്ട് പോകണം. സമസ്തയുടെ 100-ാം വാർഷികം വരികയാണ്. ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവരുത്. വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ കാര്യങ്ങളാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ആരും ഒന്നും പാടില്ല. ഒരു കാര്യവും ക്ലാരിറ്റിക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. അതും ഒന്നും വേണ്ട, ആരും ഒന്നും വേണ്ട. അങ്ങനെ വല്ല പ്രയാസം ഉണ്ടാക്കിയ നടപടി വരെ എടുക്കും എന്നുള്ള ഒരു സൂചനയും പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞുപോയി. മാർച്ച് 1-ാം തീയതി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ ആളുകൾ, ഞാൻ പറയാ ആ മധ്യസ്ഥ വേദിയിലുള്ള ആളുകൾ തന്നെ അവര് കാര്യങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഈ മസ്ലഹത്ത് 2 കക്ഷികൾ എന്ന് പറഞ്ഞ് ഇരുത്തിയ ആളുകളല്ല, മധ്യസ്ഥ വേദിയിലുള്ള ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയാണ് റമദാൻ 26-ാം തീയതി പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം ന്യായാധിപനും ഒരേ സമയം വേട്ടക്കാരനുമാകുന്ന സമീപനം കേരളക്കരയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഈ അവസ്ഥ മുസ്ലിം ഉമ്മത്ത് അടിച്ചു പിരിയേണ്ട ഒരവസ്ഥയിലേക്ക്, ഫിർക്കത്തിലേക്ക് പോകൂ, ഉറപ്പായിട്ടും പോകും. വഖഫ് ബില്ലുണ്ട് കേരളക്കര. ഇന്ത്യയിലുള്ള അവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടൊന്നുമല്ല പറയുന്നത്. ഇന്ത്യയിൽ ഫാസിസം വേഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഈ ഫാസിസത്തിനെതിരായിട്ട് മതേതര കൂട്ടായ്മ ഒരു ഭാഗത്ത് രൂപപ്പെടുത്തുന്നു, ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് അമുസ്ലിം സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നു,
ഒരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തിനെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് മൗദൂദികളെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് വഹാബികളെ ചേർത്ത് പിടിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളെ മാത്രം ചേർത്ത് പിടിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ജനാധിപത്യ മതേതര ചേരിയെ ഒന്നിപ്പിക്കണമെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തിലുള്ള ഈ സമസ്തയുടെ പ്രവർത്തകരെ ഒന്നിപ്പിക്കാൻ ശേഷി വേണ്ടേ? ആർക്കും കഴിയാത്തത് കൊണ്ടല്ലല്ലോ, ആർക്കും കഴിയാത്തത് കൊണ്ടല്ലല്ലോ, ആർക്കും കഴിയാത്തത് കൊണ്ടല്ല. എല്ലാ വിഷയങ്ങളും തീർക്കാൻ ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആളുകളാണ് കേരളക്കരയിലെ നമ്മുടെ നേതാക്കൾ. പക്ഷെ വേണ്ടെന്ന് വെക്കുന്നു പ്രതികാര നടപടികൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഹാമാനും നമ്രൂദും ഫിർഔനൊക്കെ ഇവിടെ നിന്ന് കളിച്ചിട്ട് ഈ ധിക്കാരം, പടച്ച തമ്പുരാനെ തീരെ ഇഷ്ടമില്ലാത്ത ധിക്കാരം, അത് നമ്മുടെ ആളുകൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിനും, അസ്ഹർ അലി ഫൈസിയെ പുറത്താക്കുന്നത് മാത്രമല്ല, മറ്റു ഒരു കാര്യത്തിനും തുടർച്ചയായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം അതേത് ഭാഗത്ത് നിന്ന് വന്നാലും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖാദിമീങ്ങൾ അത് ചെറുക്കുക തന്നെ ചെയ്യും, പോരാട്ടം നടത്തി തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.